അതെ, ഞാനൊരു സൂത്രം കാണിച്ചരേ. ഇത് അമ്മയാണേ. അമ്മേൻ്റെ കൈയൊന്ന് കാണിക്കില്ല, ബാക്ക് ക്യാമറ കാണിച്ചു. ഇതാണ്ടോ, ഇത് അമ്മേൻ്റെ കൈയാണേ. അമ്മേൻ്റെ വിരലിങ്ങനെയാണ്. അങ്ങനെ മൂർത്തി വെക്കമ്മേ, കണ്ടോ? ഇതിങ്ങനെ ഒട്ടിപ്പോയതാ. ഈ കൈ ഉണ്ടല്ലോ, ഇത് ജനിക്കുമ്പോഴേ ഉള്ള ഇങ്ങനെ ആയതല്ല. ഇതെന്തോ പറ്റിയത് അമ്മേ? ഒന്ന് പറഞ്ഞു കൊടുക്ക്. വെളിച്ചെണ്ണ നീരർത്ത് വെച്ചായിരുന്നു. വെളിച്ചെണ്ണ കാച്ചിട്ട് അന്നേരം അത് ഞാൻ ഏഞ്ഞ് വരും, 1.5 വയസ്സായിട്ടില്ല. ഏഞ്ഞ് വന്ന് ചെറുപ്പത്തിൽ അമ്മേനെ പിടിച്ച് കൈ കുത്തിപ്പോയി. വെളിച്ചെണ്ണ നന്നായിട്ട് പൊള്ളിപ്പോയാലോ നന്നായിട്ട് ആസ്പത്രി കൊണ്ടുപോയി തോല് വെട്ടിയിട്ട് മരുന്ന് വെച്ച് ഓരോ വിരലിന് വേറെ വേറെ കിട്ടി. ഞാനത് പറഞ്ഞോ, നിങ്ങളെ പറ്റിയല്ല പറയുന്നത്. ഇത് നിങ്ങൾ പറഞ്ഞു. ഇത് കാടുവെപ്പോ ലഗ്ഗി വേറെ പറയില്ലേ. അന്നേരം ഇങ്ങനെ എല്ലാം ഇങ്ങനെ ലേശം ഉണങ്ങി വന്നേരം വീട്ടിൽ കൊണ്ടുപോയി ചെയ്തു തന്നു. മരുന്നൊക്കെ അമ്മ ഇങ്ങനെ വെച്ച് കെട്ടി. അമ്മയ്ക്ക് പണിയുടെ തിരക്കൊണ്ട് ഓരോരോ വിരലിന് കെട്ടാൻ പറഞ്ഞു. ഇത് ഇങ്ങനെ വന്നു, കൂടി വന്നു. പിന്നെ അമ്മ കെട്ടിക്കൊടുത്തു. ഒട്ടിപ്പോയി. പക്ഷെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾ എല്ലാ പണിയെടുക്കൂലേ? നമ്മളെല്ലാവരും ചെയ്യുന്നതിനെക്കാട്ട് അടിപൊളിയായിട്ട് അമ്മ കൈ കൊണ്ട് എല്ലാ പണിയെടുക്കും. ഞാൻ നെല്ല് കൊയ്യും, പുല്ലരിയും, ചാണകം തേക്കും, എല്ലാം ഇടിക്കും, അരയ്ക്കും, എല്ലാം എടുക്കും. ഒരു കുഴപ്പമില്ല. ആരെയും ചോദിക്കുമ്പോൾ എനിക്ക് അന്നേരമാണ് ഇതിൻ്റെ ഓർമ്മ വരും. വിരലിങ്ങനെയാണല്ലോ ഓർമ്മ വരും. അല്ലാണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇത് ശരിക്കും ഉണങ്ങി വരുന്നിടത്ത് നേരല്ല ശ്രദ്ധിക്കാൻ. നേരെ മോനെ പ്രസവിക്കാൻ പോയാലോ ഡോക്ടർ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ട് പ്ലാസ്റ്റർ ഇടും, എന്നിട്ടൊരു സൂചിയും കയറ്റിയിടും. പിന്നെ പ്രസവം കഴിയുമ്പോഴേക്ക് പിന്നെ ഇതൊക്കെ റെഡി ആയിട്ട് സൂചി ഊരി പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് പ്രസവം കഴിയുമ്പോൾ കൈയിൻ്റെ വില റെഡി ആയി. ഞാൻ സമ്മതിക്കില്ല. അന്നേരം ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പറഞ്ഞു. ഓ ഡോക്ടറിന് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതില്ലേ നമ്മളെ ഈ എല്ലില്ലേ, എല്ല് ഇങ്ങനെ ഒട്ടുകല്ലോ അല്ലേ, ഇറച്ചി വന്നിട്ട് ഇങ്ങനെ വളഞ്ഞു പോയതാ. ഇവിടെ വെട്ടിയാൽ എല്ലാം ഒരിക്കലും ഇങ്ങനെ കൂടി പോകലാണ്, ഇറച്ചി മാത്രം. ഇതിപ്പോ ഈ ഇറച്ചി ഇവിടെ ഇങ്ങനെ വെട്ടിയാല് വിരൽ നൂരുന്ന പറയുന്നത്. ഹലോ ഗൈസ്, ഇത് ഞാനിക്കുട്ടനാട്ടോ. ഇവിടെ വെട്ടിയാൽ ഇത് ശരിക്കും വിരൽ നൂർന്ന് വരും. നിങ്ങൾക്ക് അങ്ങനെ റെഡിയാക്കണമെന്നുണ്ടോ? പേടിയായിട്ടാ. പക്ഷെ ഇതിപ്പോ ഇതൊരു ശീലായിപ്പോയില്ലേ. വാഴക്കയില് ഇത്രയും കാലം വിരലുണ്ടെങ്കിൽ ഒരു കുഴപ്പം തോന്നില്ല. ഞാൻ ചോദിക്കുമ്പോ ഞാൻ വിചാരിക്കുക അന്നേരം നോക്കുക കഴിയുന്ന ചോദിക്കും. നിങ്ങളൊന്ന് കൈ ഇങ്ങനെ മൂർത്തി പിടിച്ചിങ്ങനെ ഇങ്ങനെ ഉണ്ടാവും വിരലപ്പോഴും അല്ലേ. എന്തിനാണ് സാരല്ല.